കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തിൽ പ്രതികരിച്ച് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി.ടി. അരവിന്ദകുമാർ. സയൻസ് ഗ്രൂപ്പുകളിലടക്കം വിദ്യാർത്ഥികൾ കുറയുകയാണ്. നാട്ടിൽ വിദ്യാഭ്യാസം മോശമായതുകൊണ്ടല്ല, തൊഴിൽ സാധ്യത കൂടി തേടിയാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്നതെന്നും സി.ടി. അരവിന്ദകുമാർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കേരളം ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പറക്കുന്ന പ്രവണത ചെറുതല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്ന് എം.ജി. സർവകലാശാല വി.സി. ഡോക്ടർ സി.ടി. അരവിന്ദകുമാർ പറഞ്ഞു. എന്നാൽ നാട്ടിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം മോശമായതുകൊണ്ടല്ല, വിദേശത്ത് തന്നെ തൊഴിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ കൂടുമാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ബാക്കി സമയം അവർക്ക് വർക്ക് ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്ത് ഈ ഒരു 3 കൊല്ലം ഒരു കോഴ്സിന് പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ഇല്ലേ പോലും അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും, ഒരു കപ്പാസിറ്റി ബിൽഡിങ് അവിടെ വരും. അതാണ് ശരിക്കും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത്. ഇത് പറയുമ്പോഴും ഒരു 60% ഒക്കെ അങ്ങനെ പോകുന്നെങ്കിലും വേറൊരു 40% ഉണ്ട് ശരിയായ രീതിയിൽ അവിടെ നടക്കാതെ തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇതൊരു താൽക്കാലിക പ്രശ്നമുണ്ട്, താൽക്കാലികമായിട്ടൊരു പ്രശ്നമുണ്ട്. കാരണം കേരളത്തിലെ കോളേജുകളിൽ പ്രത്യേകിച്ചും സയൻസ് ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറയുന്നു, നമ്പർ ഇത് ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു താൽക്കാലിക, പിന്നെ ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യും. പിന്നെ മാത്രമല്ല, സാമ്പത്തികം കൂടിയതനുസരിച്ച് പണ്ട് നമുക്ക് വിദേശത്ത് പോകാൻ സ്വന്തം പൈസയ്ക്ക് വിദേശത്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. സയൻസ് ഗ്രൂപ്പിലടക്കം വിദ്യാർത്ഥികളുടെ കുറവുണ്ട്. നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളുണ്ടെന്നും ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം താൽക്കാലികമാണെന്നും വി.സി. വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോട്ടയം.